നമസ്കാരം, കുജിക്കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പന്തളത്താണ്. പന്തളത്ത് അയ്യപ്പൻ വളർന്ന കൊട്ടാരവും അതുപോലെ തന്നെ പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണവും പന്തളത്തെ ക്ഷേത്രവുമൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ പന്തളം കൊട്ടാരത്തിന്റെ അടുത്താണുള്ളത്. പന്തളം കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ചെങ്ങന്നൂർ പന്തളം റോഡിലാണ് ഈ പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല സീസൺ ആയതുകൊണ്ടൊക്കെ തന്നെ ധാരാളം ഭക്തജനങ്ങളും സ്വാമിമാരുമൊക്കെ പന്തളം കൊട്ടാരം സന്ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇത് പന്തളം കൊട്ടാരത്തിലേക്ക് കടക്കുന്ന കവാടം. ഈ കവാടവും കടന്ന് ധാരാളം ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ച പന്തളം കൊട്ടാരത്തിന്റെ ദിശാ ബോർഡ് ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ പന്തളം കൊട്ടാരം കാണാൻ വേണ്ടി റോഡ് മുറിച്ചു കടന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇത് ശബരിമല ഇടത്താവളമായാണ് ഈ ക്ഷേത്രവും കൊട്ടാരത്തിന്റെ പരിസരവുമൊക്കെ ഇപ്പോൾ ഉള്ളത്. ആദ്യം കാണുന്ന കാഴ്ച ഇവിടുത്തെ അന്നദാന മണ്ഡപമാണ്. വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന അന്നദാന മണ്ഡപം. ആ അന്നദാന മണ്ഡപവും കടന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ധാരാളം ഭക്തജനങ്ങൾ, അതുപോലെ ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങൾ. ഭക്തജനങ്ങളുടെ ഒഴുക്ക് അങ്ങനെ നീണ്ടു പോവുകയാണ്. കുറച്ചുകൂടി നമ്മൾ നടക്കുമ്പോൾ പന്തളം കൊട്ടാരം എത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ബോർഡ് കാണാം. ഇനി പന്തളം കൊട്ടാരത്തിന്റെ അല്പ വിശേഷങ്ങൾ. പന്തളം കൊട്ടാരത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. കൊട്ടാരം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ട വലിയൊരു കൊട്ടാരമായി ഈ പന്തളം കൊട്ടാരത്തെ താരതമ്യം ചെയ്യരുത്. ഇതാണ് പന്തളം കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കെട്ടിട സമുച്ചയം. വർഷങ്ങൾക്ക് മുമ്പ് ഇതിലും വലിപ്പമുണ്ടായിരുന്ന ഒരു കെട്ടിട സമുച്ചയമായിരുന്നു ഇത്. എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറെ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തീപിടുത്തത്തിലും കുറെ ഭാഗം നശിച്ചു. ഇതാണ് ഇപ്പോൾ കാണുന്ന പന്തളം കൊട്ടാരത്തിന്റെ അവസ്ഥ. ഇതിന്റെ ഉള്ളിലേക്ക് ആളുകൾക്ക് പ്രവേശനമുണ്ട്, പക്ഷേ ക്യാമറയ്ക്ക് ഇവിടം വരികെ പ്രവേശനമുള്ളൂ. പന്തളം കൊട്ടാരത്തിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമ്മൾ പോകുന്നത് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം സൂക്ഷിച്ച സ്ഥലത്തേക്കാണ്. ഈ പന്തളം കൊട്ടാരത്തിൽ നിന്നും അല്പം മാറി മറ്റൊരു സ്ഥലത്താണ് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ അങ്ങോട്ട് പോകുന്ന വലിയ ഒരു കമാനമൊക്കെ ഇവിടെയുണ്ട്. എല്ലാ ഭാഷകളിലും എഴുതിയ ഒരു കമാനം. അതും കടന്ന് ഇങ്ങനെ ഒരു വഴിയിലൂടെ പോകുമ്പോഴാണ് തിരുവാഭരണം ഉള്ള സ്ഥലത്തേക്ക് എത്തുക. തിരുവാഭരണം ഉള്ള സ്ഥലം കയറി കാണാം. അങ്ങനെ കയറുകയാണ്. പക്ഷെ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ അനുവദിക്കില്ല. അവിടെ തിരുവാഭരണവും കയറി കണ്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ശില്പവും ഇവിടെ കാണാം. ഇനി നമ്മൾ പോകുന്നത് പന്തളത്തെ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. ഈ ബോർഡും കടന്ന് നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ധാരാളം സ്വാമിമാർ, അതുപോലെ തന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ കച്ചവടക്കാരുടെ വലിയ തിരക്ക്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു ശില മാത്രമാണ് അയ്യപ്പ സങ്കല്പമായി ഈ ക്ഷേത്രത്തിൽ വച്ചിരിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങളുടെ കാഴ്ച. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടി തന്നെ അച്ചൻകോവിലാർ നിറഞ്ഞു ഒഴുകുന്ന കാഴ്ച. അത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അവിടെ ഒരു നായ മീനെ പിടിക്കുന്നതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയും ഈ അവസരത്തിൽ കിട്ടുകയുണ്ടായി. അതിന് തൊട്ടടുത്തായി തന്നെ നിറഞ്ഞൊഴുകുന്ന അച്ചങ്കാവ് കോവിലാറ്റിൽ കുളിക്കുന്ന അയ്യപ്പ ഭക്തർ, സ്വാമിമാർ.
അതും നമുക്ക് മനോഹരമായൊരു കാഴ്ചയാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇവിടെ എത്തുന്ന ആളുകൾ ഈ പുഴയിൽ ഇറങ്ങുവാൻ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പന്തളം കൊട്ടാരം സന്ദർശിക്കുന്നവർക്ക് ഇവിടെ അടുത്തു തന്നെ മറ്റൊരു സുന്ദരമായ കാഴ്ച കൂടിയുണ്ട്. മനോഹരമായ ഒരു തൂക്കുപാലത്തിന്റെ കാഴ്ച മാത്രമല്ല, അതിലൂടെ കയറിയൊന്ന് നടന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക കൂടി ചെയ്യാം. ഇത് പന്തളം കൊട്ടാരത്തിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ മാറി അച്ഛൻ കോവിൽ ആറിന് കുറുകെ ഉള്ളതാണ് മനോഹരമായ ഒരു തൂക്കുപാലത്തിലൂടെ ഒന്ന് കയറി നടക്കാം. പിന്നെ അച്ഛൻ കോവിൽ ആറിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒന്ന് വീക്ഷിക്കാം. മനസ്സൊന്ന് സുഖകരമാക്കാം. വളരെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. സുന്ദരമായ കാഴ്ച. നിരവധി ഭക്തജനങ്ങളും സഞ്ചാരികളുമൊക്കെ ഈ തൂക്കുപാലത്തിലൂടെ ഒന്ന് നടക്കുന്നു. തീർച്ചയായും പന്തളം കൊട്ടാരം സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഈ തൂക്കുപാലത്തിൽ കൂടി ഒന്ന് കയറി അതിനെ ആസ്വദിക്കണം. അപ്പോൾ പന്തളം കൊട്ടാരം, തിരുവാഭരണം സൂക്ഷിച്ച സ്ഥലം, പന്തളം ക്ഷേത്രം, അച്ചൻകോവിൽ ആറ് എന്നിവയൊക്കെയാണ് നമ്മൾ പന്തളത്ത് വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഈ പന്തളത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.